Okay students, നമുക്കിന്ന് പ്രോബ്ലംസ് ഓൺ റൊട്ടേഷനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രോബ്ലംസിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആർമേച്ചർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഹാസ് ആംഗുലാർ സ്പീഡ് ഓഫ് 1800 RPM അറ്റ് ദി ഇൻസ്റ്റൻറ്റ് വെൻ ദ പവർ ഇസ് കട്ട് ഓഫ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ആംഗുലാർ സ്പീഡാണ് ഈ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇറ്റ് ഇസ് കട്ട് ഓഫ്. ഇഫ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 6 seconds, 6 secondsൽ റെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ calculate the angular deceleration assuming it is constant. How many revolutions does the armature make during this period? ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇനീഷ്യലായിട്ട് തന്നിരിക്കുന്നത് ആംഗുലാർ സ്പീഡ് RPM തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് n1 = 1800 RPM. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. which is equal to 2πn1 divided by 60. that is equal to 2π into 30 radians per second. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ω1 ചെയ്തു. ω2 ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ ω2 എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്? ദ ടൈം ഇറ്റ് ടേക്സ് ടു കം ടു റെസ്റ്റ് എന്ന് പറയുന്നത് 6 seconds ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ ω2 = ω1 + α t. ഇതെന്ന് പറയുന്നത് സിമിലർ ഇക്വേഷൻ ആണ്. ലീനിയർ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലീനിയർ മോഷനിലുണ്ടാകുന്ന യൂഷ്വൽ ഇക്വേഷനാണ്. ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ω = ω0 + α t എന്ന് പറയുന്നതും അതേപോലെ v = u + at എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ അനലോഗി, മെയിൻ അനലോഗി ബിറ്റ്വീൻ ആംഗുലർ റെക്റ്റിലിനിയർ മോഷൻസിൻ്റെ അനലോഗിയാണ്. അപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെയുള്ള സെയിം ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് v = u + at എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിന് പകരമായിട്ട് ω = ω0 + α t ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ω2 0 ആണ് ക്വസ്റ്റ്യനിൽ. ω1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു + α t. നിങ്ങൾക്ക് ഒന്നുകിൽ ഡീസിലറേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ω2 അല്ലെങ്കിൽ ω = ω0 + α t എന്നെടുക്കുക. ഇതേ ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഏത് ഡീസിലറേഷൻ്റെ കേസിൽ. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ ആൽഫ അപ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡീസിലറേഷൻ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതല്ല ഡീസിലറേഷൻ ആണ് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ω2 = ω1 - α t എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ ആൽഫ, അതായത് ആംഗുലർ ആക്സലറേഷൻ കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ബട്ട് വി ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് ഡീസിലറേഷൻ ആണ്. അതായത് നമുക്ക് ഇക്വേഷൻ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് ഇപ്പം ആക്സലറേഷൻ ഇപ്പോൾ യൂണിഫോം ആംഗുലർ റിട്ടാർഡേഷൻ ആണെങ്കിൽ നമ്മുടെ നേരത്തെ ഇക്വേഷൻ ω = ω0 + α t എന്ന് പറയുന്നതിന് വരെ -α t എന്ന് എഴുതാം. അതേപോലെ തന്നെ ω² = ω02 - 2α θ എന്നെഴുതാം. ആൽഫ വരുന്നിടത്തെല്ലാം റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ നമുക്ക് ഇടാം. ഇനി ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പകരം എന്താണ്, നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ഇട്ട് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആൽഫ വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരും. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അപ്പോൾ അത് ചെയ്താലും നമുക്ക് തെറ്റില്ല. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ ω2 = ω1 + α t എന്ന് എഴുതിയതിന് ശേഷം പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ -α × 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആൽഫ വാല്യൂ പോസിറ്റീവ് വന്നു. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. അത് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിലും ആൻസർ -31.4 radians/s² എന്ന് വരും. വിച്ച് ഈസ് റിട്ടാർഡേഷൻ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി റെവല്യൂഷൻസ് ഡസ് ആർമേച്ചർ മേക്ക് ഡ്യൂറിങ് ദിസ് പീരീഡ് ആണ്. വിച്ച് മീൻസ് നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യമേ കണ്ടുപിടിക്കണം. അതുപോലെ ആംഗിൾ ടേൺ എന്ന് പറയുന്നത് θ = ω1t - ½ × α t². അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് വാല്യൂ ഇട്ടുകൊണ്ട് തന്നെയാണ്. ദെർഫോർ മൈനസ് വാല്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആൽഫയ്ക്ക് നെഗറ്റീവ് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് വാല്യൂ തന്നെ നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ ω1 അറിയാം, നമുക്ക് t അറിയാം, ആൽഫ അറിയാം, t² അറിയാം. അപ്പോൾ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ ഡയറക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 565.77 റേഡിയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ്. 1 revolution is equal to 2π റേഡിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റേഡിയൻസിനെ റെവല്യൂഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വാല്യൂ / 2π ചെയ്യുക. Therefore we will get the answer. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. എ ഫ്ലൈ വീൽ റൊട്ടേറ്റ്സ് വിത്ത് എ കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ഡ്യൂ ടു ബ്രേക്കിംഗ്. In the first 10 seconds, it made 300 revolutions. At t = 7.5 seconds, its angular velocity was 40π radians/s.
determine the value of constant retardation, the total time taken to come to rest, and the total revolutions it made till it comes to rest. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മളോട് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് ഇറ്റ് വാസ് ഗോയിങ് അറ്റ് സം വെലോസിറ്റി. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, വെലോസിറ്റി കുറഞ്ഞു, ആംഗുലർ വെലോസിറ്റി കുറഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ ഇറ്റ് മെയ്ഡ് 300 റെവല്യൂഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് തീറ്റയുടെ വാല്യൂ ആണ് തരുന്നത്. തീറ്റയുടെ വാല്യൂ റെവല്യൂഷൻസിൽ നമുക്ക് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. തീറ്റയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതിനുശേഷം അതിനകത്ത് കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ആൽഫയും ഒമേഗ 1 കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള വാല്യൂസാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അറ്റ് 7.5 സെക്കൻഡ്സ് ആംഗുലർ വെലോസിറ്റി 40 π ആണ്. അപ്പോൾ നമുക്കിനി തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന തീറ്റയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ω1t + ½ × α_t². അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒബ്വിയസ്ലി മൈനസ് ഇടാം. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുമ്പോൾ എന്താണ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റ = ω1t + ½ α_t² എഴുതാം. ഇതിൽ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. തീറ്റ = 300 റെവല്യൂഷൻസ് ആണ്, അതിനെ റേഡിയൻസ് ആക്കണം, ഇൻറ്റു 2π ചെയ്യുക. അപ്പോൾ 300 × 2π റേഡിയൻസ് ആയി. ഇനി ω1 നമുക്ക് അറിയത്തില്ല എത്രയാണെന്ന്. ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്സ് ആണ്. ആദ്യത്തെ 10 സെക്കൻഡ്സിൽ ഇത്രയും സംഭവിക്കുന്നു. അതേപോലെ തന്നെ അതിന് മുമ്പുള്ള 7.5 സെക്കൻഡ്സിൽ ആംഗുലർ വെലോസിറ്റി 40 π ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ω1 × 10 നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, +½ × 10² × α. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ω1ൻ്റെയും ആൽഫയുടെയും ടേംസിൽ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 7.5 സെക്കൻഡ്സ് ടൈമിൽ ആംഗുലർ വെലോസിറ്റി 40 π ആണെന്നുള്ളതാണ് നമ്മുടെ അടുത്തതായിട്ട് തന്നിരിക്കുന്നത്. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ നമുക്കറിയത്തില്ല, പകരം എന്താണ്, ഒരു ω2 എന്ന് പറയുന്നൊരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുത്താൽ മതി. ω2 എന്ന് പറയുന്നത് സം വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റിയിൽ ω1 എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി +α_t. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത് എത്രയാണ്, ω2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ω2ൻ്റെ വാല്യൂ ആണ് 40 π എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ω1 അറിയില്ല, അത് കണ്ടുപിടിക്കണം. ആൻഡ് ആൽഫ ഓൾസോ വി നീഡ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമ്മളതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻസ് ആണ്, 2 ഇക്വേഷൻസ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ω1ഉം ആൽഫയ്ക്കും 2 വാല്യൂസ് കിട്ടും. ആൽഫയുടെ വാല്യൂ ഒബ്വിയസ്ലി എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്, -8 π റേഡിയൻസ്/സെക്കൻഡ്² എന്ന് കിട്ടിയേ. അതേപോലെ ഇക്വേഷൻ 1 നമ്മളിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ 1ലേക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ω1ൻ്റെ വാല്യൂ കൂടി കിട്ടും, 100 π റേഡിയൻസ്/സെക്കൻഡ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ, അത് നമുക്ക് കിട്ടി. ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കം ടു റെസ്റ്റ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ദ ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് ടിൽ ഇറ്റ് കംസ് ടു റെസ്റ്റ്, നമുക്ക് ടീം കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ തീറ്റ വാല്യൂ, ടോട്ടൽ തീറ്റ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്കിത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റിൽ വരുന്ന സമയത്ത് ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ω1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം, ആൽഫയുടെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ എഴുതാം, ഈ ഇക്വേഷനിൽ ω2 = ω1 + α_t എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ ഉണ്ടല്ലോ, S = ut + ½ at² എന്ന് പറയുന്നത് പോലെ തന്നെ തീറ്റ = അതായത് ദ ഇക്വേഷൻ ω0t + ½ α_t² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റയുടെ വാല്യൂ ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ω1 100 π വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ω1ൻ്റെ വാല്യൂ നമുക്കറിയാം, ω2 0 ആണ്, ആൽഫയുടെ വാല്യൂ നമുക്കറിയാം -8 π. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഫോർമുലാസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വാല്യൂ ആണോ ആൽഫയ്ക്ക് കിട്ടുന്നത് അത് അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ω2 ω2 × ω2 = ω1 + α_t എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്തേക്ക് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന -8 π ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ടോട്ടൽ ടൈം ടേക്കൺ ടു റെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 12.5 സെക്കൻഡ്സ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടും.
ഇനി എന്താണ് ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി, ആ നമ്മുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ദാറ്റ് ഈസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഒമേഗ 2 സ്ക്വയർ മൈനസ് ഒമേഗ 1 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഈ ഇക്വേഷൻ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന നമ്മുടെ റെക്റ്റിലിനിയർ മോഷനിലെ ഇക്വേഷൻസ് ആണ്. അതായത് ഈ ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിനകത്ത് നമുക്ക് എസ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീറ്റ റേഡിയൻസിൽ കിട്ടും. റേഡിയൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യട്ടെ, നമ്മളെല്ലാം കണ്ടോ ആൽഫയുടെ വാല്യൂ -8π എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇതേ ഡിവൈഡഡ് ബൈ 2π ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെവല്യൂഷൻസ് കിട്ടും. ഇനി ഞാൻ ഇതേ പ്രോബ്ലം തന്നെ എന്താ നെഗറ്റീവ് ഇക്വേഷൻസ്, അതായത് നമ്മുടെ ആംഗുലർ ആക്സലറേഷൻ റിട്ടാർഡേഷൻ ആണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വാല്യൂ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഒമേഗ 1 2 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ ആണ്. അത് ആക്ച്വലി നമുക്ക് എന്താണ് നെഗറ്റീവ് വാല്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് മൈനസ് ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് 60π ഇസ് ഈക്വൽ ടു ഒമേഗ 1 മൈനസ് 5 ആൽഫ എന്ന് കിട്ടും. സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 40π ഇസ് ഈക്വൽ ടു ഒമേഗ 1 മൈനസ് 7.5 ആൽഫ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. അത് ഞാൻ പറയുന്നത് വി ഇസ് ഈക്വൽ യു പ്ലസ് 80യുടെ ആ ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമേഗ 1 എന്ന് പറഞ്ഞാൽ 314.16, അതാണ് നമുക്ക് നേരത്തെ കിട്ടിയ 100π എന്ന് പറയുന്നത്. അതേപോലെ ആൽഫ എന്ന് പറയുന്നത് 25.1 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് കിട്ടുന്നത്, പക്ഷെ നമുക്കതറിയാം അത് ഡീസലറേഷൻ ആണെന്ന്. അതായത് 8π ആണ് നേരത്തെ കിട്ടിയത്, അത് ആൻസർ. ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടി ഡയറക്റ്റ് കിട്ടുന്നു 12.5 സെക്കൻഡ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഒമേഗ 2 ഇസ് ഈക്വൽ ടു ഒമേഗ 1 മൈനസ് ആൽഫ ടി. ഇതിനകത്ത് വീണ്ടും നമുക്ക് 25.13 എന്നുള്ളത് വീണ്ടും മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ ഇടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഇക്വേഷൻ മൈനസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ടി ഡയറക്റ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ഇക്വേഷനിൽ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 1 ടി മൈനസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇതുമായിട്ട് സാമ്യമുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വാല്യൂസ് എല്ലാം. ആൽഫയുടെ വാല്യൂ അതേപോലെ തന്നെ 25.13, അതേപോലെ നമുക്ക് ഒമേഗ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേഡിയൻസിൽ 1963.71 റേഡിയൻസ് കിട്ടും. അതേ ഡിവൈഡ് ബൈ 2π ചെയ്യുമ്പോൾ 312.5 റെവല്യൂഷൻ. സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഗ്രൈൻഡിംഗ് വീൽ ഇസ് അറ്റാച്ച്ഡ് ടു ദ ഷാഫ്റ്റ് ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ ഓഫ് റേറ്റഡ് സ്പീഡ് ഓഫ് 1800 RPM. റേറ്റഡ് സ്പീഡ് 1800 RPM ആണ്. When the power is switched on, the unit attains the rated speed in 5 seconds. പവർ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് ആ 5 സെക്കൻഡ്സ് കൊണ്ട് ആ റേറ്റഡ് സ്പീഡിലേക്ക് എത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഈസ് 0. 5 സെക്കൻഡ്സ് കൊണ്ടാണ് നമുക്ക് 1800 RPM വന്നത്. അപ്പോൾ നമുക്ക് ഒമേഗ 2 കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് വെൻ ദ പവർ ഇസ് സ്വിച്ച്ഡ് ഓഫ്, ദി യൂണിറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 90 സെക്കൻഡ്സ്. അതായത് 90 സെക്കൻഡ്സിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ 90 സെക്കൻഡ്സ് കൊണ്ട് അത് ഓഫ് ആകുന്നു. വിച്ച് മീൻസ് ദാറ്റ് വീണ്ടും ഒമേഗ 2 കഴിഞ്ഞതിന് ശേഷം ഒമേഗ 3 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട് അല്ലേ. ഒമേഗ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ അസ്യൂമിങ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് ദി യൂണിറ്റ് ടേൺസ്. അപ്പോൾ എന്താണ്, നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. അതേപോലെ ടു അറ്റൈൻ ദ റേറ്റഡ് സ്പീഡ് ആൻഡ് ടു കം ടു റെസ്റ്റ്. അസ്യൂമിങ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് ദി യൂണിറ്റ് ടേൺസ് ടു അറ്റൈൻ ദ റേറ്റഡ് സ്പീഡ്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് റേറ്റഡ് സ്പീഡ് അറ്റൈൻ ചെയ്യാൻ എത്ര റെവല്യൂഷൻസ് എടുത്തു അതിൻ്റെ തീറ്റ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ 90 സെക്കൻഡ്സ് കൊണ്ട് ഓഫ് ആയി പോയല്ലോ, ആ ടൈമിൽ എത്ര നേരത്തേക്ക് എത്ര റെവല്യൂഷൻസ് ഉണ്ടായി അതിൻ്റെ തീറ്റ കണ്ടുപിടിക്കും. രണ്ട് തീറ്റ വാല്യൂസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 1 0.1 എന്നറിയാം സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 5 സെക്കൻഡ്സ് ആംഗുലർ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 1800 ആണ് റേറ്റഡ് RPM പറഞ്ഞേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒമേഗ 2ൻ്റെ വാല്യൂ കിട്ടി. 60π റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അതിന് നമുക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെസിമലിൽ എഴുതാം 188.49 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഒമേഗ 2 ഉണ്ട്, ഒമേഗ 1 ഉണ്ട്, അതേപോലെ തന്നെ ടൈം ഉണ്ട് 5 സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്താണ് ആക്സലറേഷൻ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇനീഷ്യലി 1 to 2, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 0 ആക്സലറേഷനാണ് അല്ലെങ്കിൽ 0 ആംഗുലർ വെലോസിറ്റിയാണ്. എന്നിട്ട് ഇത് ആക്സലറേറ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റേജിൽ എത്തുകയാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് റേറ്റഡ് RPMത്തിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ω2, അതായത് 60 π ആണ് ഈ മൂവ്മെൻറ്റ്. 60 πയിലായിരിക്കും ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താണ്, ഡീസലറേഷൻ ആണ് ഉണ്ടാകുന്നത്. ഈ സ്റ്റേജ് 3യിലേക്ക് വരുമ്പോൾ ഡീസലറേഷനാണ്. അതിന് ω3 0 ആണ്. അപ്പോൾ ω1 ω3യും 0 ആണ്. ω2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലൂടെ ω2 അറിയാം, ω1 അറിയാം, ടൈം അറിയാം, ആൽഫ കിട്ടും. ആൽഫയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീറ്റയുടെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ω02 അല്ല ω2 = ω02 + 2 ആൽഫ തീറ്റ, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ തീറ്റ ω0t, അതായത് ut + ½ h² എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഇക്വേഷൻ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സിമിലർ പ്രൊസീജിയറാണ് ഈ കേസിൽ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 60 π = 0 + α, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫയുടെ അതിന് 12 π കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 37.69 radians/second. ഇനി ഡയറക്റ്റ് നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ω1t + ½ α/t². അപ്പോൾ ω1 നമുക്കറിയാം 0 ആണെന്ന്. അപ്പോൾ 150 π റേഡിയൻസ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 471.13 റേഡിയൻസ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ നമുക്ക് 75 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ്, അതായത് വെൻ ദ പവർ ഇസ് സ്വിച്ച്ഡ് ഓഫ് ദി യൂണിറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 90 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ടൈം ഫോർ റെസ്റ്റ് 90 സെക്കൻഡ്സ് ആണ്. നമുക്കറിയാം ω2 എന്ന് പറഞ്ഞാൽ 60 π റേഡിയൻസ് ആണ്. അതിന് ω3 0 ആണ്, ടൈം അറിയാം. അപ്പോൾ സെയിം ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ω3 = എന്താണ്, ω2 + α/t. അപ്പോൾ ഇവിടെ നമുക്കറിയാം റിട്ടാർഡേഷൻ ആണെന്ന്. ഒന്നുകിൽ നമുക്ക് സെയിം പോസിറ്റീവ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫയുടെ വാല്യൂ നെഗറ്റീവായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ω3 = ω2 - α/t എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് വാല്യൂ കിട്ടും. പക്ഷേ നമുക്കതറിയാം ഡീസലറേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ ആൽഫ = -2/3 π radians/second² എന്നാണ് കിട്ടുന്നത്. രണ്ടും സെയിം വാല്യൂ ആണ്. ഞാൻ ഇപ്പുറത്തെ ഡെസിമലിൽ എഴുതിയതേ ഉള്ളൂ, സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്കെന്താണ് ആംഗുലർ റൊട്ടേഷൻ ഡ്യൂറിങ് ദിസ് 90 സെക്കൻഡ്സ് കണ്ടുപിടിക്കാൻ. തീറ്റ = ω2t + ½ α/t². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സിമിലർ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മൾ ആൽഫയുടെ വാല്യൂ കംപ്ലീറ്റ് ഇക്വേഷൻ പോസിറ്റീവായിട്ട് ആൽഫയുടെ വാല്യൂ നമുക്ക് നെഗറ്റീവ് കിട്ടുന്നത് അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നേരത്തെയൊക്കെ പ്രോബ്ലംസിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് 2700 π റേഡിയൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു 8483.4 റേഡിയൻസ് വരും. ഡിവൈഡ് ബൈ 2π ചെയ്യുമ്പോൾ 1350 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ വീൽ ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 180 RPM യൂണിഫോംലി ഇൻ 0.4 സെക്കൻഡ്. ഇറ്റ് ദെൻ റൊട്ടേറ്റ്സ് അറ്റ് ദാറ്റ് സ്പീഡ്, സെയിം സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും ഫോർ 2 സെക്കൻഡ്സ് ബിഫോർ ഡീസിലറേറ്റിംഗ് ടു റെസ്റ്റ് ഇൻ 0.3 സെക്കൻഡ്സ്. ഡിറ്റർമിൻ ദി ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ വീൽ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കേസിൽ കേസ് 1 എന്ന് പറയുന്നത് എന്താണ്, 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അവിടെ എന്താണ് ω1 0 ആണ്. നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 180 RPMത്തിലേക്ക് ആക്സലറേറ്റ് ചെയ്യുകയാണ് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ ആക്സലറേറ്റ് ചെയ്ത് 180 RPMത്തിലേക്ക് എത്തുന്നു, അതാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ω1 എന്താണ് 0 ആണ്, ω2ലേക്ക് എത്തുന്നു. അപ്പോൾ ω2 ആണ് എന്ത് 180 RPM ആംഗുലാർ സ്പീഡ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ω2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്ര നേരം കൊണ്ടാണ് ടൈം എടുത്തതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 0.4 സെക്കൻഡ് കൊണ്ട് ആക്സിലറേറ്റ് ചെയ്ത് ω1 നിന്ന് ω2ലേക്ക് എത്തി, അതായത് 0യിൽ നിന്ന് 180 RPMത്തിലേക്ക് എത്തി. അതിനുശേഷം എന്താ പറഞ്ഞത്, 2 സെക്കൻഡ് നേരത്തേക്ക് സെയിം ആക്സിലറേഷൻ ഒന്നും ഇല്ലാതെ സെയിം ആയിട്ട് ആക്സിലറേഷൻ ഒന്നും തന്നെ ഇല്ലാതെ അതേ വെലോസിറ്റിയിൽ തന്നെ 2 സെക്കൻഡ്സ് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ആക്സിലറേഷൻ, ദാറ്റ് ഈസ് സീറോ ആക്സിലറേഷനിൽ എന്താണ് 2 സെക്കൻഡ്സ് നേരം
ω2 ടു ω3. ω2 ω3 സെയിം ആണ്. അപ്പം ഞാനത് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. സ്റ്റേജ് 2ഉം സ്റ്റേജ് 3യുമാണെന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ω2ൽ നിന്ന് ω3യിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റാണ്. ആ സമയത്തും എന്താ സംഭവിക്കുന്നത്? സീറോ ആക്സിലറേഷനാണ്, വിച്ച് മീൻസ് ദാറ്റ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഡീസിലറേഷൻ ഉണ്ടായിട്ടുണ്ട്. 3യിൽ നിന്ന് 4ലേക്ക് ഡീസിലറേഷനാണ്, വിച്ച് മീൻസ് ദാറ്റ് ω3യിൽ നിന്ന് ω4ലേക്ക് വെലോസിറ്റി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ω4ലേക്ക് എന്താണ്? സീറോ വെലോസിറ്റിയാണ്, അതായത് സീറോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആയി എന്നുള്ളതാണ്. അത് എത്ര നേരം കൊണ്ടാണ് എടുത്തത്? 0.3 സെക്കൻഡ്സ് കൊണ്ടാണ് അത് ഉണ്ടായെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്ന് വിധം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്കറിയാം എന്താണ് ആക്സിലറേഷൻ. ആദ്യമേ എന്താണ് സംഭവിക്കുന്നത്? ആദ്യമേ സംഭവിക്കുന്നത് വീൽ ആക്സിലേറ്റ്സ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ ω1 0 എന്ന് പറഞ്ഞു. n2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ω2 = 2πn2 / 60. കാൽക്കുലേറ്റ് ചെയ്യുമ്പം 6π റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 18.85 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇത് T1 to 2 സ്റ്റേജ് 1ൽ നിന്ന് 2ലേക്ക് പോകുന്നു, 2ൽ നിന്ന് 3ലേക്ക് പോകുന്നു, 3ൽ നിന്ന് 4ലേക്കും പോകുന്നതിൻ്റെ ഓരോ ടൈം ഇൻ്റർവെൽസ് അല്ലെങ്കിൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ω2 അറിയാം, ω1 അറിയാം, ടൈം അറിയാം. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ആക്സിലറേഷൻ ആൽഫ, ആംഗുലർ ആക്സിലറേഷൻ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷനിലൂടെ. അപ്പോൾ ω2 = ω1 + α × t. അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ആൽഫ 47.1 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിറ്റർമിൻ ദി ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ വീൽ. അങ്ങനെയാണ് വെച്ചേക്കുന്നത് അല്ലേ? ഡിറ്റർമിൻ ദി ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ θ1 2, θ2 3, θ3 4 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റേജിലുമുള്ള തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക, അത് ആഡപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു നമ്പർ ഓഫ് റെവല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ആൽഫ ഇനീഷ്യൽ സ്റ്റേജിൽ 1 to 2 എന്ന് പറയുന്ന സ്റ്റേജിലെ ആൽഫ കിട്ടി. ഒബ്വിയസ്ലി നമുക്കറിയാം തീറ്റയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. θ = ω1t + ½ × α t². തീറ്റ കാൽക്കുലേറ്റ് ω1 നമുക്കറിയാം, ഇത് 0, ആൽഫ അറിയാം, ടി അറിയാം. അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റയുടെ വാല്യൂ, ഇനീഷ്യൽ തീറ്റ വാല്യൂ കിട്ടി 3.77 റേഡിയൻസ്. ഇനി സെക്കൻഡ് കേസ്, അതായത് 2ൽ നിന്ന് 3ലേക്ക്, സ്റ്റേജ് 2ൽ നിന്ന് 3ലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ദർ ഇസ് സീറോ ആക്സിലറേഷൻ, വിച്ച് മീൻസ് ദാറ്റ് ω2 = ω3. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ നമുക്ക് അവിടെ അറിയാവുന്ന ഒരു ഇക്വേഷൻ ഡ്യൂറിങ് ω3 ω2 ആണെന്നറിയാം. അപ്പോൾ തീറ്റ എന്ന് പറയുന്നതിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം, അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ω2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 6π ആണ്. ടൈം ടേക്കൺ ഫോർ ആ ടൈമിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ടൈം എത്രയായിരുന്നു? 2 seconds ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 12π റേഡിയൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ 37.69 റേഡിയൻസ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് ഫ്രം 3 to 4 ചെയ്യാം. 3 to 4ൽ ഡീസലറേഷൻ ആണെന്നറിയാം. അപ്പോൾ ഞാൻ 2 രീതിയിലും ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ω4 = ω3 + α × t ആണ്. അതിൽ നമുക്ക് ω4 അറിയാം, ഒബ്വിയസ്ലി ഡീസലറേഷൻ ആയിട്ട് 0 ആണ്. ω2 = ω3 ആയതുകൊണ്ടാണ് സെയിം വാല്യൂ 6π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫോർമുലയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ -62.8 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടും, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അതേപോലെ തന്നെ നമുക്ക് ഡീസലറേഷനോ റിട്ടാർഡേഷനോ ആണ് ഇക്വേഷൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതുകയാണ്, നെഗറ്റീവ് ആൽഫ വാല്യൂ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫയുടെ വാല്യൂ +62.83 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടും. അത് ബ്രാക്കറ്റിൽ എഴുതണം, ഡീസലറേഷൻ ആണെന്ന്. ഇനി എന്താണ് തീറ്റ കണ്ടുപിടിക്കാനുള്ളത്? തീറ്റ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? തീറ്റ = ω3 T3 - 0.5 α T3². ഞാൻ നെഗറ്റീവ് ഇക്വേഷൻ ആണ് ഇട്ടിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? T3 to 4 നമുക്ക് കിട്ടുന്നത് 2.83 റേഡിയൻസ് ആണ്. ഇനി ഇതല്ലാതെ നമുക്കല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും -62.8 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്.
അല്ലേ? -62. അതായത് പോസിറ്റീവ് ഇക്വേഷൻ ആണെങ്കിൽ പോലും -62.8 എന്നാണ് നമ്മുടെ ആൽഫ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 2.83 റേഡിയൻസ് കിട്ടും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. കിട്ടിയിരിക്കുന്ന എല്ലാ തീറ്റ വാല്യൂസും ആഡ് ചെയ്യുക. വി വിൽ ഗെറ്റ് 44.28 radians. Then we have to divide it by 2 pi in order to get the number of revolutions. Next question idana. The angle of rotation of a body is given as a function of time by the equation theta is equal to theta naught plus bt plus et square. Find general expressions for the angular velocity and angular acceleration of the body. Determine also the values of the constant b and c. If the initial angular velocity is 2 pi radians per second and 1 second later it is 4 pi radians per second. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന തീറ്റയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ തന്നിരിക്കുക, തീറ്റയുടെയും ടൈമിൻ്റെയും ടേംസിൽ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുകയാണ് ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സലേഷൻ. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗയും ആംഗുലർ ആക്സലേഷൻ ആൽഫയും കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ ആ കോൺസ്റ്റൻസ് ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്? തീറ്റയുടെ ടേംസിൽ ഒമേഗ ഇസിക്കൽ ഡി തീറ്റ ബൈ ഡി ടി, അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതേപോലെ ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ബൈ ഡി ടി. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ എന്തിനാണ് ലാസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ്? ഇത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് വാല്യൂസ് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ നോട്ട് പ്ലസ് ബി ടി പ്ലസ് ഇ ടി സ്ക്വയർ. ആംഗുലർ വെലോസിറ്റി അറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡി ബൈ ഡി ടി ഓഫ് തീറ്റ നോട്ട് എന്ന് പറയുമ്പം ടിയുടെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദറ്റ് ഈസ് 0. ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് ബി ടി എന്ന് പറയുമ്പോൾ ബി ഇസ് എ കോൺസ്റ്റൻറ്റ്. ടി ഡിഫറൻഷ്യേറ്റഡ് ആയപ്പോൾ ഇൻറ്റു 1 ആണ്, അതുകൊണ്ടാണ് ബി വന്നത്. പിന്നെ ഡി ബൈ ഡി ടി ഓഫ് സി ടി സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് 2ct എന്ന് പറയും, അതിങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഒമേഗ ഇസിക്കൽ ബി പ്ലസ് 2ct എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റീസ് എന്ന് പറയുന്നത് 2 പൈ ആണെന്ന്. അപ്പോൾ അറ്റ് ടൈം ടി 0 ആകുമ്പോൾ 2 പൈ ആണ് ഒമേഗ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് അത് ഒമേഗ ഇസിക്കൽ ബി പ്ലസ് 2ct നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒമേഗ 2 പൈ ആയി ടി 0 ആയതുകൊണ്ട് ബി വിച്ച് ഇസ് ഈക്വൽ ടു ബി എന്ന് വന്നു. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടി 2 പൈ റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തു. ടി ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ്, ഒമേഗ ഈക്വൽ ടു 4 പൈ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പം ഒമേഗ 4 പൈ ഇൻറ്റു ഇസ് ഈക്വൽ ടു ബി പ്ലസ് 2ct ആണല്ലോ, 2c ഇൻറ്റു 1 ആണ്. അപ്പം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ അറിയാൻ 2 പൈ ആണെന്ന്. ദെർഫോർ സിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു പൈ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ കിട്ടി. ദെർഫോർ അത് ഫൈനലി അല്ലെങ്കിൽ സിയുടെ വാല്യൂ എത്രയാണെന്ന് ജസ്റ്റ് 2 ആണോ പൈ ആണോ അല്ലെങ്കിൽ എത്രയാണെന്നുള്ളത് നമുക്ക് വാല്യൂ കിട്ടി ഡയറക്റ്റായിട്ട്. അതിനുശേഷം നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ ആണ് നമുക്കറിയാം ഡി ഒമേഗ ബൈ ഡി ടി ആണ്. ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ നമുക്ക് ഓൾറെഡി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ കിട്ടിയിട്ടുണ്ട് ബി പ്ലസ് 2ct ആണ്. വീണ്ടും നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ കിട്ടുന്നത് എന്താണ്? ബി ഇൻറ്റു ടി ഒന്നുമില്ല, അതുകൊണ്ട് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്, അത് 0 ആയിപ്പോവും. 2ct ടി ഉള്ളത് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2c വരും. സിയുടെ വാല്യൂ ഓൾറെഡി എത്ര കിട്ടിയ പൈ കിട്ടിയിട്ടുണ്ട്. ദെർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ റൊട്ടേഷൻ ഓഫ് എ ഫ്ലൈ വീൽ ഇസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 2t പ്ലസ് ടി, വെർ ഒമേഗ ഈസ് ഇൻ ദി റേഡിയൻസ്, omega is in radians and t is in seconds. After 1 second from the start, the angular displacement was 4 radians. Determine the angular displacement, angular velocity and angular acceleration, theta, omega and angular acceleration alpha of the flywheel when t is equal to 3 seconds. ഇത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 2t പ്ലസ് ടി ആണ്. ഒമേഗ എന്താണെന്ന് നമുക്കറിയാം ഓൾറെഡി, ഡി തീറ്റ ബൈ ഡി ടി ആണെന്ന് പറയാം. അപ്പോൾ എന്താണ്? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡി തീറ്റ ബൈ ഡി ടി അല്ലേ, ഡി ടി ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ്. ഇൻറ്റഗ്രൽ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 3t സ്ക്വയർ മൈനസ് 2t പ്ലസ് ടി ഇൻറ്റു ടി ടി. അപ്പം ഇൻറ്റഗ്രൽ ഡി തീറ്റ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റയാണ്. ആൻഡ് നമ്മുടെ ഇൻറ്റഗ്രൽ ടി സ്ക്വയർ 3t സ്ക്വയർ എന്നാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 3t സ്ക്വയർ ആകുമ്പോൾ 3 ഇൻറ്റു ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? മൈനസ് 2t ആണ്. മൈനസ് 2t സ്ക്വയർ ബൈ 2 ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അതായത് ഇൻറ്റഗ്രൽ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ
ഇൻ്റഗ്രൽ ടി എന്ന് പറയുന്നത് എന്താണ്? t²/2 ആണ്. അതേപോലെ +2 × dt, അതായത് ഇവിടെയാണ് നമ്മൾ ഇൻ്റഗ്രൽ 2 dt ആണ്. അപ്പോൾ വെറും കോൺസ്റ്റൻ്റ് കേസിലാകുമ്പോഴത്തേക്ക് അതെന്താണ്? +2t വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട് +c. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മളതും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് t³ - t² + 2t + c വരും, വേർ c ഈസ് ദി കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഓൾറെഡി അതിനകത്തൊരു ഹിൻറ്റ് പോലെ തന്നിരിക്കുന്നത്. എന്താണ്? ആഫ്റ്റർ 1 സെക്കൻഡ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 1 സെക്കൻഡ് ഫ്രം ദ സ്റ്റാർട്ട് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വാസ് 4 റേഡിയൻസ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ t = 1 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് തീറ്റയുടെ വാല്യൂ 4 റേഡിയൻസ് ആണെന്നറിയാം. അപ്പോൾ 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് c കിട്ടും ഡയറക്റ്റായിട്ട്. Then we can substitute the same equation. തീറ്റയുടെ ഇക്വേഷൻ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 3 സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ടൈം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എല്ലാം ടിയുടെ ടേംസിലാണ് കിടക്കുന്നത്. ഇപ്പോൾ t³ - t² + 2t + c. സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 2 ആണ്. വി വിൽ ഗെറ്റ് ഡയറക്റ്റ്ലി തീറ്റ. ഇനി നമുക്ക് ആംഗുലർ വെലോസിറ്റി ആണ് ആഫ്റ്റർ 3 സെക്കൻഡ്സ്. ഓൾറെഡി ഒമേഗയുടെ ടേംസിലാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻ തന്നേക്കുന്നത് അല്ലേ? ഒമേഗ = 3t² - 2t + t എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ്? ആംഗുലർ വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, തീറ്റ, വെലോസിറ്റി. ഇനി ലാസ്റ്റ് വൺ പറഞ്ഞാൽ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിരിക്കുന്നത് ഒമേഗയാണ്, ഇൻ ടേംസ് ഓഫ് ഒമേഗയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്താണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഒമേഗ dω/dt നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് d/dt ഓഫ് 3t² - 2t ചെയ്യുക. d/dt ഓഫ് 3t² എന്ന് പറയുമ്പോൾ 3 × 2t എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു 6t ആണ്. ആൻഡ് d/dt ഓഫ് -2t എന്ന് പറയുമ്പോൾ -2 എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ ഇതിനകത്തേക്ക് t3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. t = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗുലർ ആക്സലറേഷൻ ആഫ്റ്റർ 3 സെക്കൻഡ്സ് 16 radians/s² എന്ന് പറഞ്ഞിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാസഞ്ചർ കാർ is traveling at 65 km on a level road. The distance from the road to the center of the wheel is 30 centimeter. Determine the magnitude of angular velocity of the wheels. പിന്നെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് കോൺസ്റ്റന്റ് ആംഗുലർ ഡീസിലറേഷൻ ഓഫ് ദ വീൽസ് ഇഫ് ദ കാർ ഇസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 150 meters. അപ്പോൾ നമുക്ക് ഇനീഷ്യലി തന്നിരിക്കുന്നത് എന്താണ്? പാസഞ്ചർ കാർ ഒരു വെലോസിറ്റിയാണ്, ഡയറക്റ്റ് വെലോസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. റെക്ടിലിനിയർ മോഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി v = 65 km/h ആണ്. അതിനെ നമ്മൾ m/s കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് കൺവേർട്ട് ചെയ്യാനായിട്ട് 65 km/h ഇൻറ്റു 5/18 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 18.06 m/s കിട്ടും. അതിനുശേഷം നമുക്ക് 6 തന്നിരിക്കുന്നത്, അതായത് റേഡിയസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, റേഡിയൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക്, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ റോഡ് ടു ദ സെൻറ്റർ ഓഫ് ദ വീലാണ് 30 cm തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ആംഗുലർ വെലോസിറ്റിയാണ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ നമുക്കറിയാം v/r ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി അറിയാം, r അറിയാം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 60.2 radians/s കിട്ടി. സിമിലർലി ആണ് നമ്മൾ ഇനി കോൺസ്റ്റന്റ് ആംഗുലർ ഡീസിലറേഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആംഗുലർ ആക്സലറേഷൻ ആൽഫ അല്ലെങ്കിൽ ആംഗുലർ ഡീസിലറേഷൻ ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് അതായത് സാധാ ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ /r ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ ആക്സലറേഷൻ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാം. ആംഗുലർ ഡീസിലറേഷൻ എന്ന് പറയുന്ന ω1 നമുക്കറിയാം 60.2 radians/s ആണ്. അതായത് ഇനീഷ്യലി ആ വാല്യൂ ആണ് നമുക്ക് ഒമേഗ. അത് കഴിഞ്ഞതിന് ശേഷം ഡീസലറേറ്റ് ചെയ്യുകയാണ്. ദർഫോർ ω2 എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. s = 150 meter എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്? ലീനിയർ മോഷൻ ഓഫ് ദ കാർ കൺസിഡർ ചെയ്യുകയാണ്. v2² = v1² + 2as. v2² എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കാർ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെലോസിറ്റി 0 ആയി പോകും. അപ്പോൾ v2 0 ആണ്. v1 നമുക്ക് ഇനീഷ്യലി കണ്ടുപിടിച്ചായിരുന്നു 18.06 ആണെന്ന്. നമ്മൾ ഇനീഷ്യലി കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. +2 × a × s. s എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a കിട്ടും. അതായത് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡീസിലറേഷൻ.
-1.09 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് എളുപ്പമാണ്. ലീനിയർ ഡിസിലറേഷൻ 1.09 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, ആൽഫ = a ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ 1.09 ഡിവൈഡഡ് ബൈ നമുക്ക് ആറിൻ്റെ വാല്യൂ അറിയാം 0.3 ചെയ്ത് കഴിയുമ്പോൾ ആൽഫ ആംഗുലർ ആക്സലറേഷൻ 3.63 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ.